ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മോഹൻ, ഈ ബോംബ് കണ്ടെടുത്ത സ്ഥലത്തേക്ക് ആദ്യം എത്തിയത് ദീപക്കാണ്. മാധ്യമപ്രവർത്തകരിൽ തന്നെ ആദ്യം എത്തിയത് നമ്മുടെ വാർത്താ സംഘമാണ്. അവിടെ എത്തി ദീപക് നേരിട്ട് കണ്ട കാഴ്ചയിൽ നിന്നും ഒരു കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? അതായത് മാവോയിസ്റ്റുകൾ അവരുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നവരെ കൃത്യമായി ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഭീഷണി എന്ന രീതിയിൽ തന്നെയാണ് ഈ ബോംബ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യം ആ ബോംബ് സ്ഥാപിച്ച പൊസിഷൻ അടക്കം പരിശോധിക്കുമ്പോൾ സുജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മറ്റൊരു കാര്യം, സ്ഥിരമായി ഈ മേഖലയിൽ തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് സേനയ്ക്കായി മാവോയിസ്റ്റ് അംഗങ്ങളെ പിടികൂടുന്നതിനായി തിരച്ചിൽ നടത്താറുണ്ട്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ അതായത് കാടിനുള്ളിലൂടെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കാടിനകത്തേക്ക് പോകുന്ന ഒരു നടവഴിയുണ്ട്. ഈ നടവഴിക്ക് രണ്ട് വഴി നടുഭാഗത്തായിട്ടാണ് ബോംബ് സ്ഥാപിച്ചത്. അതായത് ഈ ഭാഗത്തു കൂടിയാണ് മിക്ക സമയങ്ങളിലും തണ്ടർബോൾട്ട് പരിശോധനയ്ക്കായി എത്താറ്. തണ്ടർബോൾട്ട് സംഘം രണ്ടായി പോകുന്ന മേഖലയിലാണ് ഉഗ്ര പ്രഹരശേഷിയുള്ള ഈ ബോംബ് സ്ഥാപിച്ചത്. ഏകദേശം 5 കിലോഗ്രാം ഭാരമുള്ള സ്റ്റീൽ സിലിണ്ടറിനകത്ത് ആണ് ഈ ലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റണേറ്ററുകളും ഘടിപ്പിച്ച് അതിൽ നിന്ന് ഒരു ഫ്യൂസ് ഉപയോഗിച്ച് ഈ വയർ ദിലീപ്, ക്ഷമിക്കണം ദീപക്, സംഭാഷണം വ്യക്തമല്ല. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് യാത്ര ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിൽ നിന്നാണ് കൃത്യമായി ബോംബ് കണ്ടെടുത്തത്. അതിപ്പോൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. പക്ഷേ മാവോയിസ്റ്റ് ഭീഷണി അവിടെ ഒഴിയുന്നില്ല. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ബോംബ് കണ്ടെടുക്കുന്നതിന്റെയും കൊണ്ടുവരുന്നതിന്റെയും ദൃശ്യങ്ങളാണ് തലപ്പുഴയിൽ നിന്ന് ദീപക് മോഹനും ഞങ്ങളുടെ വാർത്താ സംഘവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.